തീർച്ചപ്പെടുത്തിയിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, അറസ്റ്റ് മുറിച്ചിട്ടാലും നിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം കൊടുക്കുന്ന BJPയുടെയോ എന്നല്ല, ഈ നാട്ടിൽ ഐക്യജനാധിപത്യ മുന്നണിയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയോടും ഏതെങ്കിലും തരത്തിലുള്ള സമരസം കൊണ്ട് കിട്ടുന്ന ഒരു ആനുകൂല്യവും വേണ്ട എന്ന് ഏതോ കാലത്ത് തീരുമാനിച്ചുറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മുറിച്ചിട്ടാലും നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പറയാതിരിക്കണമെങ്കിൽ നാവറുക്കുകയല്ലാതെ മറ്റൊരു മാർഗം നിങ്ങളുടെ മുന്നിലില്ല എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒപ്പുവെച്ചത് സത്യത്തിൽ അത് PM ശ്രീ അല്ല, അത് CM ശ്രീയാണ്. CM ശ്രീ എന്ന് പറഞ്ഞാലും പോരാ, CMന്റെ കുടുംബശ്രീയാണ്. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ചേച്ചിമാരുടെ കുടുംബശ്രീ അല്ല, ഇത് ശ്രീ വിജയന്റെ കുടുംബത്തിന്റെ ശ്രീക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു PM ശ്രീ. ശ്രീ വിജയൻ എന്നൊക്കെ പറഞ്ഞ വലിയ കുറ്റമാണെന്ന് ഇപ്പൊ പറയുന്നത്. എനിക്കെതിരെ മാധ്യമ സമ്മേളനം നടത്തിയപ്പോ ശ്രീ V. ശിവൻകുട്ടി, കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്, അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിജയൻ എന്നാണ് വിളിക്കുന്നത്. എന്നെ പറ്റി പറഞ്ഞത്. പ്രിയപ്പെട്ട ശ്രീ ശിവൻകുട്ടി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് വിജയൻ എന്നായതുകൊണ്ടാണ് ശ്രീ വിജയൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് വിവേകാനന്ദൻ എന്നായിരുന്നെങ്കിൽ ഞാൻ ശ്രീ വിവേകാനന്ദൻ എന്ന് വിളിക്കുമായിരുന്നു. ശ്രീ വിജയനെ എന്തായാലും ശ്രീ വിവേകാനന്ദൻ എന്ന് വിളിക്കാൻ നിവൃത്തിയില്ലാത്തടത്തോളം കാലം ശ്രീ വിജയനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ഒരാളുടെ പേര് വിളിക്കുന്നതിനകത്ത് ബഹുമാനക്കുറവുകളെന്ന്. ഇന്നലെ കരിമ്പയിൽ, പാലക്കാട്ടെ കരിമ്പ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ഒരു സമര പോരാട്ടത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ആ വേദിയെ ഇളക്കി മറിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. വളരെ ആനുകൂലികമായ രാഷ്ട്രീയ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് രാഹുൽ കത്തിക്കയറി മണിക്കൂറുകളോളം സംസാരിച്ച പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. നമ്മൾ ഇതേക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് രാഹുലിന്റെ സംസാരങ്ങൾ നമുക്ക് കേൾപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ വാക്കുകളൊക്കെ ചിലതൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ കേൾപ്പിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം എത്രയൊക്കെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചാലും മാധ്യമ വിചാരണകളല്ല, ആൾക്കൂട്ട വിചാരണകളല്ല, സഖാക്കളുടെ ഏതൊക്കെ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ കൊണ്ടും തന്നെ തളർത്താൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം അയാൾ പറയുന്നത് അതിലൊരു സത്യമുണ്ട്, ഒരു മര്യാദയുണ്ട്, അല്ലെ? തന്റെ നാവ് പിഴുതെറുത്ത് മാറ്റേണ്ടി വരും നിങ്ങൾക്കെതിരെ സംസാരിക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്താതിരിക്കണമെങ്കിൽ എന്റെ നാവ് നിങ്ങൾ പിഴുതെറുക്കേണ്ടി വരും. അതല്ലാത്ത കാലത്തോളം ഈ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾക്ക്, രണ്ട് ഊഹാപോഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. ഒന്ന് രാഹുലിന്റെ തിരിച്ചുവരവാണ്, കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവാണ്. അത് ആ കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങൾ നമുക്ക് ഉറപ്പിക്കാറായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ തിരിച്ചുവരവ് ഉടനെ തന്നെ ഉണ്ടാകും. അതിന്റെ ഒരു മുന്നോടി ആയിക്കൊണ്ട് തന്നെയാണ് ഇപ്പോ രാഹുൽ ഇങ്ങനെ ലീഗിന്റെ വേദിയിൽ, UDFന്റെ വേദിയിൽ വന്ന് കയറി അവിടെ ഒരു ഉദ്ഘാടകനായിട്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല അഭ്യൂഹങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും പല വാർത്തകളും നമ്മുടെ കാതുകളിലൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാത്തത് കൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ, അതോ രാഹുൽ CPMന്റെയോ BJPയുടെയോ ഭാഗമാകുമോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദ്യം ഉയരാനുള്ള കാരണം, ഒന്ന്, രാഹുലിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള യാതൊരു സൂചനകളും ആ സമയങ്ങളിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടത്തുന്ന സജീവമായ MLA എന്ന രീതിയിൽ സജീവമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോ
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് തിരിച്ചെടുത്തില്ല, കോൺഗ്രസ് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുകണ്ഠം ചാടുമോ, അതായത് BJP-യുടെയോ CPM-ന്റെയോ ഭാഗമാകുമോ, അതല്ലെങ്കിൽ പാലക്കാട് തന്നെ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടേയിരുന്നത്. ആ ചോദ്യങ്ങൾക്കൊക്കെ രാഹുൽ മറുപടി വളരെ കൃത്യമാണ്. താന് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടുന്ന വ്യക്തിയാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യുവജന നേതാവ് അയാൾ പാർട്ടിക്ക് വിധേയനായി കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അത് അവസാന ശ്വാസം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആണയിട്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വതന്ത്രനാവാനുമില്ല, BJP-യിലേക്കോ CPM-ലേക്കോ ഇല്ല, പാലക്കാട് തന്നെ മത്സരിക്കും, കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊണ്ട് തന്നെ മത്സരിക്കും. രാഹുലിന്റെ വാക്കുകളാണ്. അപ്പോ എല്ലാവിധ ആശങ്കകൾക്കും ഊഹാപോഹങ്ങൾക്കും ഒക്കെ അറുതി വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും ഇന്നലെ ഈ ഒരു വേദി അത് രാഹുലിന്റെ ഈ തിരിച്ചുവരവില് വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ വേദിയിൽ രാഹുൽ ഇന്നലെ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ വ്യക്തമായ കടന്നാക്രമിച്ചുകൊണ്ട് പിണറായി വിജയനെയും പിണറായിയുടെ ഗവൺമെന്റിനെയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെയും അടക്കം കടന്നാക്രമിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു രാഹുൽ നടത്തിയത്. അതില് PM ശ്രീ വിഷയമായിട്ടുണ്ട്. PM ശ്രീയെ കുറിച്ച് രാഹുൽ പറഞ്ഞത് അത് CM ശ്രീ മാത്രമല്ല, അത് CM-ന്റെ കുടുംബശ്രീയാണ് എന്ന് പറഞ്ഞാൽ CM-ന്റെ കുടുംബശ്രീയാണ് PM ശ്രീ എന്നാണ് രാഹുൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ രാഹുൽ ഇന്നലെ ഈ പറയുന്ന അതിദരിദ്ര രഹിത കേരളത്തെ കുറിച്ചും അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ വിഷയമായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്. ചുരുക്കി പറഞ്ഞാല് രാഹുൽ ഇന്നലെ തകർത്താടുകയായിരുന്നു. കാരണം ഇതുപോലെ രാഷ്ട്രീയം പറയാൻ, ഇതുപോലെ പിണറായിയെയും ശിവൻകുട്ടിയെയും LDF ഗവൺമെന്റിനെയും കടന്നാക്രമിക്കാൻ ഒരു സാഹചര്യം രാഹുലിന് ഈ വിവാദങ്ങൾക്ക് ശേഷം ലഭിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സ്റ്റേജാണ് ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വേദി. ആ വേദി രാഹുൽ നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പറയാനുള്ളതും കൊടുക്കാനുള്ളതും തീർത്തു കൊടുക്കാനുള്ളതും പ്രതികാരം ചോദിക്കാനുള്ളതും ഒക്കെ അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് രാഹുൽ. ഈ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. കാരണം ഒരുപാടധികം ഇങ്ങനെ തപ്പി നോക്കേണ്ടി വന്നു. ഇന്നലെ ഈ വീഡിയോ രാഹുൽ കരിമ്പയിൽ ഈ പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ വേദിയിൽ പങ്കെടുത്തു, അതിൽ പ്രസംഗിച്ചു, ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കി എന്നൊക്കെ പറയുന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ സംസാരിക്കുന്നതിന്റെ വിഷ്വലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം പരിശ്രമിച്ചിട്ടുണ്ട്. കുറേയധികം തന്നെ സെർച്ച് ചെയ്ത് നോക്കേണ്ടിയും വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനമാണ് ഈ ഒരു ക്ലിപ്പ് കിട്ടിയത്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഇന്നലെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കൊടുക്കാനുണ്ടായിരുന്നത്, തന്നെ കുത്തിനോവിച്ചവരും തന്നെ മാന്തിയവരും തന്നെ തോണ്ടിയവരും തന്നെ ചൊറിഞ്ഞവരും ഒക്കെ ആയി മറുപക്ഷത്തും ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള മറുപടി അത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വേദിയിൽ രാഹുൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിലും അതാണല്ലോ രീതി എന്ന് പറയുന്നത്. ഒരിക്കലും തന്റെ മുന്നിൽ വന്നവരെ അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്ത് പോവാൻ സമ്മതിക്കാറില്ല. അത് പണ്ടും അതാണല്ലോ ശീലം രാഹുലിന്റെ. അപ്പോ ആ ശീലം വെച്ചിട്ട് ഇപ്പോഴും ആ ശീലത്തിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. കിട്ടിയ അവസരം രാഹുൽ നന്നായി ഉപയോഗിച്ചു. എന്താണെങ്കിലും ഈ ഒരു വേദി രാഹുല് കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ പറഞ്ഞ ആശങ്കകൾ രാഹുലിനെ അനുകൂലിച്ചവർ, രാഹുലിനെ പിന്തുണച്ചവർ, രാഹുലിനെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഇടയിൽ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ആ ആശങ്കകളൊക്കെ തീർത്തു കൊടുക്കാൻ വേണ്ടി, ഇത്തരത്തിലൊരു മറുപടി കൊടുക്കാൻ വേണ്ടി രാഹുൽ കുറച്ചുകൂടി നേരത്തെ എത്തണമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതോടൊപ്പം തന്നെ രാഹുൽ തന്റെ നിലപാട് സ്വതന്ത്രനാവാനില്ല, പാർട്ടിയെ വഞ്ചിക്കാനില്ല, പാർട്ടിയുടെ അതിർവരമ്പുകൾ മറികടക്കാനില്ല, ചാടിക്കടക്കാനോ മറുകണ്ഠം ചാടാനോ കാലുമാറാനോ തന്നെ കിട്ടില്ല. താൻ അവസാന ശ്വാസം വരെ ഈ പാർട്ടിയുടെ പ്രവർത്തകനായിക്കൊണ്ട് തന്നെയായിരിക്കും തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് അടിയറ വിട്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതോടൊപ്പം 2026 രാഹുൽ തന്നെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതിന്റെ സൂചനകളും രാഹുൽ മാങ്കൂട്ടം
മുന്നോട്ട് വെക്കുന്നു. അപ്പോ ഇതിലൊക്കെ ഉപരി നമുക്ക് വേറെന്താണ് വേണ്ടത്? കാരണം ഉണ്ടായിരുന്ന ആശങ്കകൾ, മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ, പലപ്പോഴും നിങ്ങളുമായി പങ്കുവെച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ രാഹുൽ മറുപടി നൽകിയിരിക്കുന്നു. ഇത് തന്നെയാണ് ആഗ്രഹിച്ചതും. എന്താണെങ്കിലും ഈ ഒരു പ്രസംഗം കിട്ടാൻ കുറച്ചധികം നേരം തപ്പേണ്ടി വന്നാലും പക്ഷേ സാധനം കിട്ടിയ സാധനം നല്ല ഒരു ഒന്നാം തരം മുതലായിരുന്നു. ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. എന്താണെങ്കിലും രാഹുലിന്റെ ഈ തിരിച്ചുവരവ്, ഇനി രാഹുൽ കോൺഗ്രസ് വേദിയിൽ കൂടി എത്തണം, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തിരിച്ചെത്തണം. അത് തന്നെയാണ് ആവശ്യം, അത് തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വേദി രാഹുലിന് സമ്മാനിച്ച യൂത്ത് ലീഗിന്റെ കരിമ്പ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകര്, അവിടുത്തെ നേതാക്കന്മാര്, അവരോടൊക്കെ വലിയൊരു നന്ദി പറയുകയാണ്. കാരണം നീ ആരാ നന്ദി പറയാൻ, നീ എന്തിനാ അതൊക്കെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ അത് ഈ രാഹുലിന്റെ തിരിച്ചുവരവിനുള്ള വലിയ ഒരു ഊർജം പകരുന്നത് തന്നെയാണ്. കാരണം അയാളുടെ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന എല്ലാവർക്കും ഒരു നന്ദി പറയേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. കാരണം രാഹുൽ ഈ പൊതുപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവേണ്ട വ്യക്തി തന്നെയാണ്. അയാൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല, അയാളെ ക്രൂശിക്കപ്പെടേണ്ട വ്യക്തിയല്ല. അയാൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് തുടരേണ്ട വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് അയാളുടെ തിരിച്ചുവരവിന് ഒരു കൈത്താങ്ങ് നൽകുന്നവർ, ഒരു വിരൽ കൊണ്ടെങ്കിലും അതിനെ സഹായിക്കുന്നവർ, അവർക്ക് നന്ദി പറയാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കരിമ്പ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് 1000 നന്ദി. അതോടൊപ്പം ഈ ഒരു വേദി ഇച്ചിരി നേരത്തെ കിട്ടണമെന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുക. കാരണം ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ ഇപ്പോഴായിരിക്കും രാഹുലിന്റെ സമയം. എന്താണെങ്കിലും തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ വേദിയിൽ ആദർശങ്ങളും ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലും ഇങ്ങനെ അധികം കടന്നു കയറി ആക്രമിച്ച് പിണറായി വിജയന്റെയും ശിവൻകുട്ടിയുടെയും ഒക്കെ ഈ പൊള്ളത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും തുറന്നു കാണിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വേദിയിലും രാഹുലിന് ഇതിന് സാധിക്കും. രാഹുൽ ഇനിയും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രത്യാശിക്കുകയാണ്.